आपको प्रार्थना करने आया हूं। 4 जून को 400 पार। ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ 400-ലധികം സീറ്റുകൾ നേടുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ബിജെപി. സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പാർട്ടി പ്രവർത്തകരും അണികളുമെല്ലാം എന്തിനേറെ പ്രധാനമന്ത്രി അടക്കം അത് വീണ്ടും വീണ്ടും ഊട്ടിയുറപ്പിക്കുന്നുമുണ്ട്. അതേസമയം 2019 കോൺഗ്രസും സഖ്യകക്ഷികളും വിജയിക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ ബിജെപി തന്നെ ജയിക്കുമെന്ന ഒരു പൊതുധാരണയാണ് നിലനിൽക്കുന്നത്. എന്നിരിക്കലും കോൺഗ്രസ് ഒരു ദേജാവു പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ത്യ തിളങ്ങുന്നു എന്ന ക്യാമ്പയിനോടുകൂടി വലിയ പ്രചാരണം നൽകി വീണ്ടും ജനവിധി തേടിയപ്പോൾ വാജ്പേയി പരാജയപ്പെടുകയാണ് ചെയ്തത്. 2004 ആ സമാനമായ അവസ്ഥ ഇപ്പോഴുണ്ടാകുന്നു എന്നതാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. പ്രതിപക്ഷത്തെ ഐക്യമില്ലായ്മയും വാജ്പേയി സർക്കാരിന്റെ ജനകീയതയും കോൺഗ്രസ് നേതൃത്വത്തിലെ ദുർബലതയും എല്ലാം കാരണം ബിജെപി വീണ്ടും വിജയത്തിലേക്ക് എത്തുമെന്ന് 2004 അവർക്ക് അമിത ആത്മവിശ്വാസമുണ്ടായിരുന്നു. എന്നാൽ ഫലം വന്നപ്പോൾ കോൺഗ്രസ് അധികാരത്തിലും ബിജെപി പുറത്തുമായി. അന്ന് പക്ഷേ അഭിപ്രായ സർവേകളോ എക്സിറ്റ് പോളുകളോ ഒന്നും തന്നെ ബിജെപി തോൽക്കുമെന്ന ഒരു സൂചനയും നൽകിയിരുന്നില്ല. 2 പതിറ്റാണ്ടിനിപ്പുറം 2004 ആവർത്തിക്കുമെന്ന പ്രതീക്ഷ വച്ചു പുലർത്തുന്നു കോൺഗ്രസ്. 2004 കടുത്ത ആത്മവിശ്വാസത്തോടെ പ്രവർത്തിച്ചിട്ടും പെട്ടെന്നുണ്ടായ പ്രഹരം പോലെ ബിജെപി തോൽവി അറിഞ്ഞതും കോൺഗ്രസ് അധികാരത്തിലെത്തിയതും ഇത്തവണയും ആവർത്തിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് മുഖ്യ പ്രതിപക്ഷ പാർട്ടി. നിതീഷ് കുമാറിന്റെ ജെഡിയുവും ജയന്ത് ചൌധരിയുടെ ആർഎൽഡിയും ഇന്ത്യ മുന്നണി വിട്ടു. ബംഗാളിൽ ബിജെപി വളരുമ്പോഴും ഒറ്റയ്ക്ക് പോരാടാനുള്ള തീരുമാനത്തിലാണ് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ്. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യമുണ്ടായി. ഡൽഹിയിലെ എഎപി കോൺഗ്രസ് സീറ്റ് വിഭജനവും. തീർച്ചയായും തമിഴ്നാട്ടിലും ബീഹാറിലും മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ഇന്ത്യ ബ്ലോക്ക് രൂപീകരണത്തിന് മുൻപേ സീറ്റ് വിഭജനത്തിൽ മറ്റു പാർട്ടികളുമായി കോൺഗ്രസ് ഒന്നിച്ചിരുന്നു. 2004 ഏപ്രിലിൽ ബിജെപി നേതാവ് ലാൽജി ടണ്ടന്റെ നേതൃത്വത്തിൽ ലക്നൌവിൽ ഒരു സൗജന്യ സാരി വിതരണ പരിപാടി സംഘടിപ്പിച്ചു. തന്റെ 70ാം ജന്മദിന ആഘോഷവുമായി ബന്ധപ്പെട്ട് അന്ന് തിക്കിലും തിരക്കിലും പെട്ട് 22 പേരാണ് മരിച്ചത്. അധികാരത്തിലെത്തുമെന്ന ബിജെപിയുടെ വൻ പ്രചാരണം നടക്കുന്നതിനിടെയായിരുന്നു ഇതെല്ലാം സംഭവിച്ചത്. മുഖ്യധാരാ മാധ്യമങ്ങളടക്കം ബിജെപി വിജയിക്കുമെന്ന പ്രതീക്ഷകൾ നൽകുന്ന തലക്കെട്ടുകൾ എഴുതിയ കാലം. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ വിജയത്തിന് വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു അന്ന് ബിജെപി. പക്ഷേ വാജ്പേയിയും ബിജെപിയും തോൽക്കുമെന്നാരും കരുതിയില്ല. ഇന്ന് രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറി. ടീം വാജ്പേയി അല്ല ടീം മോദി. എന്നാൽ 2004 ഉണ്ടായിരുന്നതുപോലെ 2024 ബിജെപി അടിസ്ഥാനപരമായി ആശ്രയിക്കുന്നത് 2 കാര്യങ്ങളെയാണ്. ആദ്യം ഹിന്ദുത്വം, രണ്ടാമത് വികസനം. ചൌക്കിദാർ ചോർഹെ, റഫാൽ വിമാനക്കരാർ, ന്യായ് പദ്ധതി തുടങ്ങിയവ ഉയർത്തിയായിരുന്നു 2019 കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലെ മുഖ്യപ്രചാരണം. ഇത്തവണ ഇലക്ട്രൽ ബോണ്ടുകൾ ഉയർത്തിപ്പിടിച്ചാണ് ബിജെപിക്കെതിരെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ പോരാട്ടം. ഇതിനു പുറമെ SC, ST, OBC വിഭാഗങ്ങൾക്കുള്ള വിവിധ മേഖലകളിലെ പ്രാതിനിധ്യം കൂടി കോൺഗ്രസ് മുഖ്യ വിഷയമായി ചൂണ്ടിക്കാട്ടുന്നു. OBCയെയും ദളിതരെയും ആദിവാസികളെയും മുൻനിർത്തിയുള്ള കരുനീക്കങ്ങളും ക്ഷേമ വാഗ്ദാനങ്ങളും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന പ്രതീക്ഷ വച്ചു പുലർത്തുന്നുണ്ട് കോൺഗ്രസ്. സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കിടയിലുള്ള തൊഴിലില്ലായ്മ അടക്കമുള്ള പ്രശ്നങ്ങൾ ബിജെപി സർക്കാരിനെതിരെ ഒരു നിശബ്ദ എതിർപ്പ് രൂപപ്പെടുത്തുന്നുണ്ടെന്നും കോൺഗ്രസ് വിലയിരുത്തുന്നു. മറുവശത്ത് ഇന്ത്യ മുന്നണിയിലെ കരുത്തരെ ഒപ്പം നിർത്തി ശക്തി തെളിയിക്കാൻ പാടുപെടുന്നുമുണ്ട് കോൺഗ്രസ്. 2014 2019 ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസ് തകർന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി അതിന്റെ എക്കാലത്തെയും താഴ്ന്ന നിലയിലേക്ക് കൂപ്പുകുത്തി. 2014 കിട്ടിയത് 52 സീറ്റാണെങ്കിൽ 2019 ആയപ്പോഴേക്കും അത് 44 കുറഞ്ഞു. 2019 കോൺഗ്രസ് UPയിൽ ഒരു സീറ്റിൽ മാത്രമാണ് ജയിച്ചത്. അത് റായ്ബറയിലെ സോണിയാഗാന്ധി മത്സരിച്ച സീറ്റായിരുന്നു. UPയിലും മധ്യപ്രദേശിലും ബീഹാറിലുമായി ഓരോ സീറ്റ് കിട്ടിയ കോൺഗ്രസ് 2019 ജയിച്ചത് ആകെ 149 മണ്ഡലങ്ങളിൽ മാത്രമാണ്. രാജസ്ഥാനിലും ഹരിയാനയിലും ഡൽഹിയിലും ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും അക്കൗണ്ട് തുറക്കാനേ കോൺഗ്രസിന് സാധിച്ചില്ല. ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും 2 സീറ്റ് വീതം കിട്ടി. ഹിന്ദി ഹൃദയഭൂമിയിലെ 10 സംസ്ഥാനങ്ങളിൽ അങ്ങനെ അന്ന് കോൺഗ്രസിന് കിട്ടിയത് 225 സീറ്റുകളിൽ വെറും 6 എണ്ണം മാത്രം. ചരിത്ര പതനം. അതിനിടെ സംഭവിച്ച പുൽവാമ ആക്രമണവും ബാലാക്കോട്ടും കോൺഗ്രസിന്റെ പ്രതീക്ഷകളെ തകർത്തു. അന്ന് ബാലാക്കോട്ടും പുൽവാമയുമായിരുന്നെങ്കിൽ ഇന്ന് ബിജെപിയുടെ ആയുധങ്ങൾ ഹിന്ദുത്വ നാഷണലിസവും രാമക്ഷേത്രവും പൗരത്വ ഭേദഗതിയും ആർട്ടിക്കിൾ 370 റദ്ദാക്കലുമൊക്കെയാണ്. രാമക്ഷേത്ര നിർമ്മാണം ഹിന്ദുത്വ അജണ്ടയെ വച്ചുപുലർത്തി ഹൃദയഭൂമി കൈയടക്കാമെന്ന ആത്മവിശ്വാസത്തിൽ ബിജെപി. മറുവശത്ത് കോൺഗ്രസ് ഇനി തിരിച്ചു വരുമോ എന്ന ചോദ്യവും.
1996 മുതൽ 2004 വരെ തുടർച്ചയായി അധികാരത്തിലിരുന്ന് 2004 ശേഷം തുടർച്ചയായ പരാജയത്തോടെ രാഷ്ട്രീയ മരുഭൂമിയിൽ തകർന്നു കോൺഗ്രസ്. തങ്ങളുടെ അസ്തിത്വ പ്രതിസന്ധിയെ മറികടക്കാനും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ സീറ്റുറപ്പിക്കാനും കിണഞ്ഞു പരിശ്രമിക്കേണ്ടി വരും പാർട്ടിക്ക്.